ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിലി വ്ലോഗോ അല്ലെങ്കിൽ ഒരു ഈവനിങ് വ്ലോഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യം ഷെയർ ചെയ്യാനായിട്ടോ വന്നത്. ആദ്യമേ തന്നെ പറഞ്ഞിട്ട് ഈ വീഡിയോ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. വേറെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഫുൾ കണ്ടോളൂ, ഇല്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ല, ഇങ്ങനെ ക്യാമറ നോക്കി. അത് ഞാൻ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പിന്നെ ഭയങ്കര സ്ലോയിലായിരിക്കും പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് സ്പീഡിൽ കാണണം, 2x സ്പീഡിലിട്ട് കണ്ടോളൂ കേട്ടോ, സ്പീഡിൽ കാണണം എന്നുണ്ടെങ്കിൽ. അപ്പം പിന്നെന്താ പറയാൻ വന്നത്, ഈ വീഡിയോയിൽ ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിച്ച് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ക്യാമറയിൽ ഞാനിങ്ങനെ വഴുതി പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ക്ഷമിക്കൂ കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് വേറൊന്നും അല്ല, ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ പേരൻസ് പേരൻസ് മീൻസ് അമ്മമാർ എന്തൊക്കെ ആണ് ഫേസ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോബ്ലമാണ് ഫേസ് ചെയ്യുന്നത്, ടൈമിൽ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്, എൻ്റെ മോളെ വെച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസ്. മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല. അപ്പോൾ ഇതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല അങ്ങനെയാണെന്ന് പറയുന്നവർക്ക് അതും കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. അപ്പം ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, ഞാൻ എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തത്, മോളുടെ എത്ര വയസ്സിലാണ് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തത് എന്നൊക്കെയാണ്. അപ്പം മോൾക്ക് ജനുവരി 17-ാം തീയതിയാണ് കേട്ടോ 2 വയസ്സാവുന്നത്. അപ്പോൾ ഒരു 1.5-2 മാസം ആവുന്നു അവൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട്. അവളാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കുടിക്കില്ലായിരുന്നു, വേറെ പാൽ പൊടി കലക്കിയത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൾ കുടിക്കത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെയാണെങ്കിൽ ഓക്കെ, ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് റൂമുണ്ട്, അവിടെ അടച്ചിട്ട് നമുക്ക് പാലൊക്കെ കൊടുക്കാം. പക്ഷേ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെയല്ല. എന്താ പറയുക, ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ല, അവിടെ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ദൂരെ യാത്ര പോവാണ്, ഒരു കാറിൽ ഒരുപാട് പേരെ വെച്ച് ദൂരെ യാത്ര പോവാണ്, അപ്പോഴൊക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹസ്ബൻഡ്, വൈഫ്, കുഞ്ഞ് മാത്രമല്ലാതെ വേറെ ഒരുപാട് പേരുടെ കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷെ ഞാൻ ആ സാഹചര്യത്തിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൊടുക്കാതെ വേറെ വഴിയില്ല കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്തു പോകും. അതുപോലെ തന്നെ നമ്മൾ ഹസ്ബൻഡ്, വൈഫും കുഞ്ഞല്ലാതെ വേറെ കുറേ ആണുങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നെങ്കിലൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും നമുക്ക്. പക്ഷേ ഞാൻ ആ സാഹചര്യത്തിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തു പോകുമല്ലോ, കാരണം നമ്മുടെ കുഞ്ഞ് വേറെ പാലൊന്നും കുടിക്കത്തില്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കല്ലേ അവർ ആശ്രയിക്കുന്നത്. സോ അത് നമ്മൾ കൊടുത്തു പോകും. അപ്പം ഇവിടെ അബുദാബിയിൽ വന്നപ്പോൾ ഞാനും മോള് മാത്രമാണല്ലോ വീട്ടിൽ, ചേട്ടൻ ഓഫീസിൽ പോയാൽ. അപ്പം അവൾക്ക് പാലുകുടി കുറച്ച് കൂടി കേട്ടോ. ഉറങ്ങാൻ നേരവും പിന്നെ ഉറക്കത്തിലും ഒക്കെ ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ടേ ഇരിക്കണം അവൾക്ക്. ഒരു ടൈം എത്തിയപ്പം ഞാൻ അങ്ങ് എക്സോസ്റ്റ് ആയിപ്പോയി. മീൻസ് എനിക്കങ്ങ് വയ്യ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ടൈമിൽ ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ. അപ്പോഴാണെങ്കിൽ ഒരുപാട് വീഡിയോസൊന്നും കണ്ടില്ല. ഞാൻ കണ്ടതിൽ ഇങ്ങനെ പറയുന്ന ഉലുവ അരച്ച് തേച്ചാൽ മതി എന്ന് മാത്രം ഉള്ളൂ. അതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊന്നും അതിനകത്ത് പറയുന്നില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല. സോ ഞാൻ ഉലുവ പൊടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും അത് മീൻസ് കുഴച്ച് തേക്കാൻ വേണ്ടിയിട്ട് ഞാനത് പൊടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴച്ച് തേക്കാനൊരു മടി. മോൾക്ക് 2 വയസ്സായില്ലല്ലോ, അവളത് മാത്രമല്ല കുടിക്കുന്നുള്ളൂ, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, അതല്ല പാലായിട്ട് ബ്രസ്റ്റ് മിൽക്ക് മാത്രമല്ല ഉള്ളൂ. അപ്പം എന്ത് ചെയ്യും, പാവല്ലേ കുടിച്ചോട്ടെ എന്നൊക്കെ കരുതി ഞാൻ ഇരുന്നു. പിന്നെ ഒരു സാഹചര്യം വന്നപ്പം അവളിങ്ങനെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ എന്നെ വിടാതെ പാല് വേണം, മീൻസ് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കാനൊന്നും സമ്മതിക്കാതെ ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഉലുവ കുഴച്ച് തേച്ചാൽ മതിയല്ലോ, ഞാൻ ഉലുവ പൊടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവളിങ്ങനെ വഴക്കുണ്ടാക്കിയൊരു സമയത്ത് ഞാൻ പെട്ടെന്ന് പോയിട്ട് ഉലുവ കുഴച്ചിട്ട് പെട്ടെന്ന് തേച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ പകൽ സമയത്താട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് പാല് കൊടുത്തപ്പോൾ പാല് കൊടുത്ത മീൻസ് പാല് കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവളത് കണ്ടു. അവൾ കണ്ടപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ അപ്പി കഴുകി കളഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് അവൾ കരയാൻ തുടങ്ങി. അത് ഞാൻ കഴുകി കളഞ്ഞിട്ട് വരുന്നിടം വരെ അവൾ എനിക്ക് സമാധാനം തന്നില്ല. അത് ഞാൻ കഴുകി കളഞ്ഞ് വന്നിട്ട് അവളത് പാല് കുടിക്കുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് ഭയന്നു പോയിട്ട് പേടിച്ചു പോയി. വേറൊന്നുമല്ല, അയ്യോ പാൽപ്പൊടി നിർത്താൻ പറ്റത്തില്ലേ, മോളുടെ പാൽപ്പൊടി നിർത്താൻ പറ്റത്തില്ല, ഞാനിനി എന്ത് ചെയ്യുമെന്നായി.
അപ്പോൾ ആണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ കാര്യം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് കിട്ടിയ ഒരു അറിവും കൂടി ആട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഒരിക്കലും പകൽ സമയത്ത് കൊടുക്കരുത്, മീൻസ് വെട്ടത്ത് കൊടുക്കരുത്, ഇരുട്ടത്ത് വേണം ഇവർക്ക് ഇങ്ങനെ അരച്ച് തേച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ആ ഒരു കാര്യം ഞാൻ അറിയുന്നത് കേട്ടോ. അതുവരെ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ച ഏത് സമയത്ത് വേണേലും അങ്ങനെ ചെയ്ത് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് ഇരുട്ടത്താണ് അത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായത്. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നപ്പം അതും ലിക്വിഡ് രൂപത്തിൽ കേട്ടോ. അപ്പോൾ ആണെങ്കിൽ വേണം തേക്കാൻ. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുമ്പം അമ്മ വിളിച്ചുകൊണ്ടിരുമ്പോൾ ഇവൾ കിടന്ന് വഴക്കുണ്ടാക്കുക, സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ഞാൻ പെട്ടെന്ന് പോയി, രാത്രിയാണല്ലോ, പെട്ടെന്ന് പോയി ഞാൻ ഒരു ലിക്വിഡ് രൂപത്തിൽ അത് കുഴച്ച്, എന്നിട്ട് ഞാൻ ബെഡ്റൂമിൽ പോയിട്ട് ലൈറ്റ് ഇട്ടില്ല, തേച്ചിട്ട് അവൾക്ക് കൊടുത്തു. അപ്പം തന്നെ അവൾ വിളിച്ചിട്ട് പൊക്കോ പൊക്കോ വേണ്ടെന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു മോളെ പാല് കുടിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആണെങ്കിൽ അവൾ പറഞ്ഞു വേണ്ട അമ്മ പൊക്കോ പൊക്കോ എന്ന് അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ സംഭവം സക്സസ് ആയി എന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം രാത്രിയിലൊന്നും അവൾ കുടിച്ചില്ല, ചോദിച്ചതും ഇല്ല, എൻ്റെ തോളത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ ആണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം തന്നെ വെളുപ്പിനെ ഒരു 6 മണി 6:30 രാവിലെ 6:30 ഒക്കെ ആയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പാല് വെച്ച് ഞാനാണെങ്കിൽ റൂമിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അതെടുത്ത് തേച്ചിട്ട് അവൾ കൊടുത്തു. അപ്പോൾ അവളിങ്ങനെ ഓക്കാനിക്കുന്ന പോലെ വന്നിട്ട് കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു മോളെ പാലപ്പിയായിപ്പോയിടാ, ചീച്ചി ആയിപ്പോയി എന്ന് പറഞ്ഞപ്പം ചീച്ചി ആയിപ്പോയെന്ന് പറഞ്ഞപ്പോൾ അവളൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് അങ്ങ് ഉറങ്ങി. പിന്നെ 2-3 തവണ അവളിങ്ങനെ പകൽ സമയത്ത് പിന്നെ ചോദിക്കത്തില്ല, രാത്രി ഉറങ്ങാൻ ടൈമിലും ചോദിക്കത്തില്ല കേട്ടോ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവരത് ചോദിക്കുന്നത്. അപ്പോഴാണ് അവളത് ചോദിച്ചത്. അപ്പം ഞാനത് ചെയ്തപ്പം പിന്നെ അവൾ കുടിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ അത് പാല് കുടി അങ്ങനെ സ്റ്റോപ്പാക്കി. പക്ഷേ ഇവരുടെ ഉറക്കം മാനേജ് ചെയ്യാനാണ് പിന്നെ പാട് കേട്ടോ. പാല് കുടിക്കുന്ന സമയത്ത് എന്താ പറയുക, ഇവർ ഉറക്കം വരുമ്പോഴും അല്ലെങ്കിൽ ഇവരെ ഉറങ്ങാൻ കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഇവരുടെ കരച്ചിൽ നിർത്താനും ഒക്കെ നമുക്ക് പാല് കൊടുത്ത് ചെയ്യാം. മീൻസ് പാല് തരാം മോളെ, വാ നമുക്ക് ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞാൽ അവർ വരും. അല്ലെങ്കിൽ ഇവർ വഴക്കുണ്ടാക്കുന്ന സമയത്ത്, വാശി ഉണ്ടാക്കുന്ന സമയത്ത് വാ നമുക്ക് പാല് കുടിക്കാം എന്ന് പറഞ്ഞാൽ അവർ വരും. അവരുടെ ആ ഒരു വഴക്കും വാശിയും കരച്ചിലെല്ലാം അപ്പം തീരും. പക്ഷേ പാല് കൂടി സ്റ്റോപ്പ് ചെയ്താൽ, ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം താളം തെറ്റും. പ്രത്യേകിച്ച് ഉറക്കം. ആ ഒരു ഉറക്കം ഇങ്ങനെ റൊട്ടീനായിട്ട്, മീൻസ് പകൽ ഇത്ര സമയത്ത് ഉറങ്ങുന്നു, രാത്രി ഇത്ര സമയത്ത് ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു കുട്ടി പാല് കുടിച്ചാണല്ലോ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം പാല് കുടി നിർത്തുമ്പോൾ പിന്നെ അവർ ഉറങ്ങാൻ വരത്തില്ല. അവരെ പാല് തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല. പിന്നെ അവർ TV കാണുന്നത് കൂടും. പിന്നെ നമ്മൾ അതിങ്ങനെ കണ്ടുപിടിക്കണം, ഇവരെ എങ്ങനെ ഇത് പഴയ ഇതിലേക്കാക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും. കുറച്ച് ദിവസം നമ്മളൊന്ന് സ്റ്റക്കായി പോകും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ദിവസം ഈശ്വര ഇവൾ ഉറങ്ങുന്നില്ലല്ലോ രാവിലെ, എന്ത് ചെയ്യും, ഞാനങ്ങ് സ്റ്റക്കായി പോരും. കുറച്ച് ദിവസം എനിക്ക് ഭ്രാന്തായിരുന്നു. അപ്പം പിന്നെ അവർ രാവിലെ ഉറങ്ങാൻ വരത്തില്ല മോള്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവൾ തന്നെ ഉറക്കം തൂങ്ങി അങ്ങിരിക്കും, ഉറക്കം തൂങ്ങി ഉറങ്ങിപ്പോവും. ആ ടൈമിൽ രാത്രിയാകുമ്പോൾ അവർ ലേറ്റായിട്ടായിരിക്കും ഉറങ്ങുന്നത്. ഉറക്കം എഴുന്നേറ്റിട്ട് പിന്നെ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. അപ്പം നമ്മുടെ ഉറക്കം, അല്ലെങ്കിൽ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ അമ്മമാരുടെ ഉറക്കം കണക്കായിരിക്കും, മീൻസ് നമുക്ക് ഉറക്കമൊന്നും കിട്ടത്തില്ല. അപ്പം ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പോകാൻ. അപ്പം അതുപോലെ തന്നെ രാത്രി കുഞ്ഞുങ്ങളാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ട് പിച്ചുമ്പയും പറയുകയും, ചിലപ്പം അവർക്ക് പാല് കിട്ടുന്നില്ലല്ലോ, എന്നും കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനം പെട്ടെന്ന് അവർക്ക് കിട്ടാതാവുക. അപ്പോൾ ആണെങ്കിൽ അവർ അതിൻ്റെ ഫ്രസ്ട്രേഷനും ഒക്കെ കാണിക്കും. വെട്ടിക്കിടന്ന് ഉരുണ്ട് പെരണ്ട് എന്തൊക്കെയോ ദേഷ്യം കാണിച്ച് എന്തൊക്കെയോ കാണിക്കും, ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ കാണിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പോകാൻ കേട്ടോ. ഇപ്പം പക്ഷേ എല്ലാം ഓക്കെ ആയിട്ടോ. മോളുടെ ഇപ്പോൾ 1.5-2 മാസം ആവുന്നു. ഇപ്പം എല്ലാം ഉറക്കം ഇപ്പോൾ ഒരു ഉച്ച സമയത്ത്, മീൻസ് 2:30 3 മണി 3:15 ആ ഒരു ടൈമിലൊന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കിടത്തി ഉറക്കും. അതല്ല രാത്രിയാകുമ്പം ഇപ്പം ഈ ഒരു ഉറക്കം ഒരു 5 മണിയൊക്കെ വരെ നിന്നാൽ ഒരു 11 മണി 11:30 ആക്കുമ്പം വീണ്ടും അവളിപ്പോൾ ഉറങ്ങാൻ വരുന്നുണ്ട്. മുമ്പ് ഈ ഒരു ടൈമിൽ, ഈ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത ടൈമിൽ ഇവളെ ഉറക്കം ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പകൽ ഉറങ്ങത്തില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ. പിന്നെ എൻ്റെ കുളിയൊക്കെ
അവതാളത്തിലായി. വേറൊന്നുമല്ല, ഇവള് രാവിലെ ഉറങ്ങാത്ത ടൈമിൽ ഈവനിങ് ആണെങ്കിൽ ഇവളെ ഉറക്കാതെ നിർത്തണമല്ലോ. അപ്പം ഞാൻ ഇവളുടെ കൂടെ കളിക്കുകയും എന്തൊക്കെയൊക്കെ ചെയ്യും. അപ്പോൾ ആണെങ്കിൽ ഇവളുടെ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ആ ടൈമിൽ എൻ്റെ കുളിയൊക്കെ ചിലപ്പോൾ കുളിക്കാതൊക്കെ ഇരിക്കേണ്ടിയൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആഴ്ചയിലാണെങ്കിൽ ഓഫീസിൽ നിന്ന് വന്നിട്ട് വീട്ടിലിരുന്നും വർക്കുണ്ട്. പക്ഷേ ഇവളാണെങ്കിൽ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇവളെ ഞാൻ ഉറക്കാൻ കയറ്റുവാണെങ്കിൽ ഒരു 1.5-2 മണിക്കൂറാണ് ഉറക്കാനുള്ള ഒരു ടൈം. ആ ടൈമിൽ ആഴ്ചയായിട്ടും ബെഡ്റൂമിൽ അവളുടെ കൂടെ വന്നിരിക്കണം, അവളുടെ കഥകളും അവളുടെ കൂടെ കളിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടായിരുന്നു ഉറങ്ങുന്നതും ഒക്കെ. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോകാൻ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അവർ കുറച്ച് ദേഷ്യം കാണിക്കും, അതൊക്കെ തന്നെ. പിന്നെ പാലുകുടി എത്ര വയസ്സിൽ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് കേട്ടോ. അപ്പോൾ 3.5-4 വയസ്സിൽ പാൽ കുടിക്കുന്ന കുട്ടികളുണ്ട്, 2.5 വയസ്സിൽ സ്റ്റോപ്പ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല ഏജിൽ നിർത്തുന്നവരുണ്ട്. അപ്പം ഓരോ അമ്മമാരുടെ ഒരു സാഹചര്യം പോലെ അത് ചെയ്യാം കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് നിർത്തണം എന്ന് തോന്നിയത് കൊണ്ട് അങ്ങ് നിർത്തിപ്പോയതാണ്. എന്നെ അത്രയ്ക്ക് അവളെ വിടാതെ ഇങ്ങനെ പാൽ കുടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ വേറെ പാലൊന്നും അവൾ കുടിക്കത്തില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷേ ഇപ്പം പിന്നെ നമ്മൾ പാല് വാങ്ങിക്കത്തില്ല. ആ വാങ്ങിക്കുന്ന പാല് കുറച്ച് അവൾ കുടിക്കുന്നുണ്ട്. അതും കുറച്ചേ കുടിക്കത്തുള്ളൂ. അത് ഇച്ചിരി ചായയുടെ കളറൊക്കെ ആക്കി കൊടുത്താലേ കുടിക്കത്തുള്ളൂ കേട്ടോ. സോറി, ഇവിടെ ഒരു പ്രാവ് വന്നിരിക്കുന്നത്, അതിനെ നോക്കിയതാണ് കേട്ടോ ഞാൻ. ഓക്കെ, അത് പോട്ടെ. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള കാര്യങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ. എല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കാരണം ഇതുപോലെ എനിക്ക് നേരത്തെ വീഡിയോ എടുത്തൊന്നും ശീലമൊന്നും ഇല്ല. പിന്നെ ഇത് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. കാരണം ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന വഴിയാണൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വഴിയൊക്കെയാണ് കുറച്ചൊക്കെ പഠിച്ചത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തതേ ഉള്ളൂ. ആരെങ്കിലും പുതിയതായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന മദേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി. കുട്ടികളെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത്. അപ്പം കുട്ടികളെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ചില കുട്ടികളെ നമുക്ക് സ്നേഹത്തോടെ ഹാൻഡിൽ ചെയ്യാം. ചില കുട്ടികളെ സ്നേഹത്തോടെ ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല. ചിലപ്പോൾ അവരെ പേടിപ്പിക്കേണ്ടി വരും. എല്ലാവരും പറയും കുട്ടികളെ പേടിപ്പിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊക്കെ. പക്ഷേ ചില സാഹചര്യത്തിൽ നമ്മളത് ചെയ്തു പോകും കേട്ടോ. മീൻസ് എൻ്റെ മോളെ സംബന്ധിച്ച് അവൾക്കാണെങ്കിൽ TV-യിൽ ഇങ്ങനെ ഡിനോസറിനെ, ഗോസ്റ്റിനെ, സൂംബിയൊക്കെ കാണാനായിട്ടോ അവൾക്ക് ഇഷ്ടം. അത് വേണം, ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവളിപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ സൂംബി വരും എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങ് വരും നമ്മളുടെ അടുത്തോട്ട്. മീൻസ് അങ്ങനെയല്ല, ഉറങ്ങാൻ വിളിക്കുമ്പോഴേ ഉറക്കാൻ വരുന്ന ഒരു ഇതാണ്. അവളെ ചിലപ്പോൾ നമുക്ക് ഉറങ്ങാം, സൂംബി വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഉറക്കാൻ കൊണ്ടുപോകുന്നത്. വേറെ അല്ലാതെ അവൾ ഉറക്കാൻ വരില്ല കേട്ടോ, ഉറങ്ങാൻ വരില്ല, അതാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാനാണെങ്കിൽ പറയുന്നത് നമുക്ക് ഉറങ്ങി എഴുന്നേറ്റ് അപ്പോഴേക്കും അച്ഛൻ വരും, അപ്പോഴേക്കും നമുക്ക് സുന്ദരിയായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവൾ ഉറങ്ങാൻ വരും. ഇപ്പം മുമ്പൊക്കെ അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ. ചില സാഹചര്യത്തിൽ മോളെ സംബന്ധിച്ച് അവൾക്ക് ഇച്ചിരി വാശി കൂടുതലാണ് കേട്ടോ ചില കാര്യത്തിന്. എനിക്ക് മനസ്സിലായത് അവൾക്ക് കുട്ടികൾക്ക് ഉറക്കം വരുമ്പം അല്ലെങ്കിൽ നന്നായിട്ട് വിശക്കുമ്പോൾ ഒക്കെയാണ് ഈ വാശി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ എപ്പോഴും വയറ് നിറച്ചനെ വെക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിക്കാൻ കൊടുക്കുക, അങ്ങനെ തന്നെ വയറ് നിറച്ചനെ വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വാശി കാണിക്കാം. പിന്നെ ഉറങ്ങുന്ന ആ ഒരു ടൈം നമുക്ക് മനസ്സിലായാൽ ആ ഒരു ടൈമിൽ തന്നെ കിടത്തി ഉറക്കുക. ഇപ്പോൾ രാവിലെ ഇപ്പം എൻ്റെ മോളെ സംബന്ധിച്ച് എനിക്കറിയാം, അവൾക്ക് ഇപ്പം രാവിലെ എഴുന്നേറ്റാൽ ഇപ്പോൾ അവൾ രാത്രി ഒരു 11:30 ഒക്കെ ആകുമ്പോൾ ഉറങ്ങിയാൽ മോളിപ്പോൾ 10 മണി 10:30 വരെ രാവിലെ കിടന്ന് ഉറങ്ങും കേട്ടോ. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ അവളെ വിളിച്ച് അവൾ എഴുന്നേക്കും, വഴക്കൊന്നും ഇല്ലാതെ തന്നെ അവൾ എഴുന്നേക്കും. അല്ലാതെ ഇവിടെ വീട്ടിൽ തന്നെ നിൽക്കുക ആയതുകൊണ്ട് 10:30 വരെ അവൾ കിടന്ന് ഉറങ്ങും കേട്ടോ. പിന്നെ അവൾ ഒരു 3-4 മണിക്കൂർ 4-5 മണിക്കൂർ അവൾ ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കും. പിന്നെ എനിക്ക് മനസ്സിലാവും അവൾക്ക് ഉറക്കം വരുന്ന ഒരു ടൈം ആണെന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ അവളെ കിടത്തി ഉറക്കാൻ നോക്കും. അതായത് ഈ ഒരു 3 മണി 3:15 ടൈമിൽ അവൾ ഉറങ്ങാൻ വരും. പിന്നെ ഒരു 4-5-6 മണിക്കൂറൊക്കെ അവളിങ്ങനെ ആക്റ്റീവായിട്ടിരിക്കും. പിന്നെ ഒരു 10 മണി 10:30 വരെ അവൾ
10:30, 11 മണി, 11:30 ഒക്കെ വരെ അവളിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കും. വേണമെങ്കിൽ അതിൽ കൂടുതൽ നേരം അവൾ ഇരിക്കും. പക്ഷെ നമ്മൾ അത്ര നേരം ഇരുത്താൻ പാടില്ലല്ലോ, നമ്മൾ കൊണ്ടുപോയി കിടന്ന് ഉറക്കണം. അങ്ങനെയാണ്. പിന്നെ അവരെപ്പോഴും ഇങ്ങനെ കരയാതെ നമ്മൾ നോക്കണം കേട്ടോ. അവരുടെ കൂടെ കൂടുതൽ ടൈം നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വാശി വഴക്കൊക്കെ കാണിച്ചെന്ന് വരും. പിന്നെന്താ, ടി വിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇട്ട് കൊടുക്കുക. മോളെ സംബന്ധിച്ച് ഫോൺ അങ്ങനെ കൊടുക്കാറില്ല. അവൾ ടി വിയിലാണ് മൊത്തം. ടി വിയിലാണ് പാട്ടൊക്കെ എപ്പോഴും കണ്ടുപിടിക്കും. ടി വി എപ്പോഴും ഓണാണ്. അവൾ ഉറങ്ങുന്ന സമയത്താണ് ടി വി ഒന്ന് ഓഫാക്കുന്നത്. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ ഓഫാക്കി വെക്കാൻ നോക്കും, ചിലപ്പോൾ അവൾ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താണ് പറയാനുള്ളത്, എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ചില സമയത്തുണ്ടല്ലോ ഈ വാശി നമുക്ക് മാനേജ് ചെയ്യാൻ, ചില സമയത്ത് ഒരു വാശി കാണിക്കുമ്പോൾ നമ്മളൊന്ന് സ്റ്റക്കായി പോകും. അയ്യോ ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യും, അയ്യോ ഇതെന്ത് ചെയ്യും എന്ന് നമ്മളൊന്ന് സ്റ്റക്കായി പോകും. പിന്നെ ഒരു 5-10 മിനിറ്റ് അവരത് കണ്ടിന്യൂ ചെയ്യും ചിലപ്പോൾ ആ വാശി. അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റിൽ അത് തീരും. നമ്മളെന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട കഥകൾ നമ്മളിങ്ങനെ മെനഞ്ഞുണ്ടാക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ വെച്ച് നമ്മൾ കഥകൾ മെനഞ്ഞുണ്ടാക്കി അവരോടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ആ ഒരു കഥയിലോട്ട് ഇൻവോൾവ് ആയിട്ട് അവരുടെ ആ ഒരു കരച്ചിൽ നിൽക്കും. അല്ലെങ്കിൽ അവരെ ഡൈവേർട്ട് ചെയ്യുക, വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഡൈവേർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് അവരുടെ വാശിയൊക്കെ ഒന്ന് നിർത്തേണ്ടത്. ഇതൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഏതെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ, സീ യു.